ഞാൻ കുറേ ദിവസമായി ഒരു പ്രൊജക്ടർ പരിചയപ്പെടുത്തിയിട്ട് നമ്മുടെ പല സുഹൃത്തുക്കളും കമന്റ് സെക്ഷനിലൂടെ ഈ ഒരു കാര്യം ചോദിക്കുന്നുണ്ടായിരുന്നു. ചേട്ടാ എന്ത് പറ്റി പുതിയ പ്രൊജക്ടർ ഒന്നും ലോഞ്ച് ചെയ്യുന്നില്ല, വീഡിയോകളൊന്നും കാണുന്നില്ലല്ലോ എന്ന്. അപ്പം ഇന്ന് ഞാൻ പുതിയൊരു പ്രൊജക്ടറുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ടോപ്പ് പ്രോ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഒരു പ്രൊജക്ടറാണ്. ഇതൊരു ഫുൾ HD നേറ്റീവ് റെസൊല്യൂഷൻ കിട്ടുന്ന പ്രൊജക്ടറാണ്. ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു പ്രൊജക്ടർ നമുക്കൊന്ന് പരിചയപ്പെടാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. വീഡിയോയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരുന്നതാണ്. അപ്പൊ ഇങ്ങനൊരു ബോക്സിലാണ് ടോപ്പ് പ്രോയുടെ ഹൈപ്പർ സ്മാർട്ട് പ്രൊജക്ടർ റിസീവ് ആയത്. ബോക്സ് ഓപ്പൺ ആകുമ്പോൾ ആദ്യം തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കുക നമ്മുടെ പ്രൊജക്ടറാണ്. പ്രൊജക്ടർ നമുക്ക് വെളിയിലെടുത്ത് നോക്കാം. ഈ ഒരു ലുക്കിലാണ് നമ്മുടെ പ്രൊജക്ടർ റിസീവ് ആയിട്ടുള്ളത്. പ്രൊജക്ടറിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നോക്കുന്നതിന് മുമ്പായിട്ട് ബോക്സിനുള്ളിൽ മറ്റെന്തൊക്കെ ആക്സസറീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു ചെക്ക് ചെയ്ത് നോക്കാം. ഒരു പവർ കേബിൾ ഇതിനൊപ്പം വരുന്നുണ്ട്, ഒരു HDMI കേബിൾ ഉണ്ട്, പിന്നെ ലെൻസ് ക്ലീൻ ചെയ്യാനുള്ള ഒരു ക്ലോത്തും ഒരു യൂസർ മാനുവലുമാണ് നമുക്ക് ബോക്സ് കണ്ടന്റ് ആയിട്ട് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് പ്രൊജക്ടർ ഒന്ന് പരിചയപ്പെടാം. ഇതാണ് നമ്മുടെ പ്രൊജക്ടർ. മൾട്ടി ആംഗിൾ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാൻഡോട് കൂടിയ ഒരു പ്രൊജക്ടറാണിത്. ഈ ഒരു പ്രൊജക്ടർ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതിന്റെ ടോപ്പിലായിട്ട് ടോപ്പ് പ്രോ എന്ന് പറയുന്നത് ഇതിന്റെ ബ്രാൻഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഒരു ഫാബ്രിക് ഫിനിഷിംഗ് ആണ് നൽകിയിരിക്കുന്നത്. അതിന് ഉള്ളിലാണ് ലെൻസ് നൽകിയിരിക്കുന്നത്. പിന്നെ ഓട്ടോ ഫോക്കസിനൊക്കെ സഹായിക്കുന്ന ഒരു ക്യാമറ സെറ്റപ്പ് ഇതിന്റെ താഴെയായിട്ട് തന്നെ നൽകിയിട്ടുണ്ട്. വശങ്ങളിലായിട്ട് സ്പീക്കർ, അതേപോലെ തന്നെ ഇതിന്റെ എയർ വെന്റുകൾ ഒക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി ഇതിന്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ നൽകിയിട്ടുണ്ട്. ഒരു HDMI പോർട്ട് ഉണ്ട്. 3.5mm ഒരു ഹെഡ്ഫോൺ ജാക്ക്, നമുക്ക് ഇയർഫോൺ ഒക്കെ കണക്ട് ചെയ്യണമെങ്കിൽ അതിനുള്ള ഒരു ജാക്ക് നൽകിയിട്ടുണ്ട്. പിന്നെ ഒരു USB പോർട്ട്, പിന്നെ റിമോട്ട് കൺട്രോൾ ചെയ്യാനുള്ള ഒരു IR സെൻസർ ഇവിടെ നൽകിയിട്ടുണ്ട്. പിന്നെ പവർ കേബിൾ കണക്ട് ചെയ്യാനുള്ള പോർട്ടുമാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഈ പ്രൊജക്ടർ ഇതേപോലെ 270 ഡിഗ്രി റൊട്ടേറ്റബിൾ ആണ്. അപ്പൊ നമുക്ക് വാളിൽ മാത്രമല്ല സീലിംഗിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെച്ചുകൊണ്ട് പ്രൊജക്ട് ചെയ്ത് സിനിമയൊക്കെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ അത് ഇങ്ങനെയുള്ള പ്രൊജക്ടറുകൾക്ക് അങ്ങനെ ഒരു ഗുണമുണ്ട്. സാധാരണ നമ്മൾ സ്റ്റാൻഡ് ഇല്ലാത്ത പ്രൊജക്ടറുകൾ വരുമല്ലോ, അങ്ങനെയുള്ള പ്രൊജക്ടറുകൾ ഏതെങ്കിലും ഒരു വാളിലോട്ടൊക്കെ നമുക്ക് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. പക്ഷെങ്കിൽ ഈ പ്രൊജക്ടർ എങ്ങോട്ട് വേണമെങ്കിലും ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചുകൊണ്ട് പ്രൊജക്ട് ചെയ്യാൻ പറ്റും. അത് മാത്രമല്ല ഈ സ്റ്റാൻഡ് ഉള്ളത് കൊണ്ട് കുറച്ച് ഈസിയാണ് നമുക്ക് പ്രൊജക്ടർ മാനേജ് ചെയ്യാനായിട്ട്. പക്ഷെങ്കിൽ ഈ പ്രൊജക്ടറുകൾക്കൊക്കെ തന്നെ ഇപ്പൊ വരുന്ന എല്ലാ പ്രൊജക്ടറുകൾക്കും ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കീ സ്റ്റോൺ കറക്ഷൻ വരുന്നുണ്ട്. ഓട്ടോമാറ്റിക് ആയിട്ട് കീ സ്റ്റോൺ കറക്ഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊജക്ടർ ഓൺ ആകുമ്പോൾ തന്നെ നമ്മൾ എവിടോട്ടാണോ ഇത് പ്രൊജക്ട് ചെയ്യുന്നത് ആ ഒരു സ്ക്രീനിന്റെ വലിപ്പത്തിനനുസരിച്ച് ഇത് കീ സ്റ്റോൺ കറക്ഷൻ സെറ്റ് ചെയ്യും. അപ്പം നമുക്ക് കൂടുതൽ ഇത് അഡ്ജസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നും സാധാരണ വരാറില്ല. അതുപോലെ തന്നെ ഒബ്സ്റ്റിക്കിൾ അവോയ്ഡൻസ് എന്ന് പറയുന്ന ഫീച്ചർ ഉണ്ട്. എന്തെങ്കിലും തടസ്സം ഈ ഒരു പ്രൊജക്ടറിന് മുമ്പിൽ പ്രൊജക്ട് ചെയ്യുന്നതിന് മുമ്പിലുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്തുകൊണ്ട് അതിനനുസരിച്ച് സ്ക്രീൻ സെറ്റ് ചെയ്ത് പ്രൊജക്ട് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും ഈ പ്രൊജക്ടറിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഓട്ടോ ഫോക്കസിന്റെ ഒരു ഫീച്ചർ കൂടെ ഈ പ്രൊജക്ടറിലുണ്ട് കേട്ടോ. ഭയങ്കര യൂസ്ഫുൾ ആണ് ഈ ഓട്ടോ ഫോക്കസിംഗ് എന്ന് പറയുന്നത്. നമ്മൾ പ്രൊജക്ടർ ഓൺ ചെയ്യുമ്പോൾ തന്നെ ഓട്ടോ ഫോക്കസിംഗ് ചെയ്ത് കീ സ്റ്റോണും ചെയ്തായിരിക്കും പ്രൊജക്ടറുകളിൽ നമുക്ക് വിഷ്വൽസ് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് റിമോട്ടിൽ ഇതിൽ കൂടുതൽ പണി ചെയ്യേണ്ട കാര്യമില്ല. ഓട്ടോ ഫോക്കസിംഗ് നമുക്ക് റിമോട്ടിലൂടെയും ചെയ്യാൻ സാധിക്കും. പക്ഷെങ്കിൽ അതിന്റെ ഒരു ആവശ്യമില്ല. ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ പ്രൊജക്ടറുകൾ എല്ലാ കാര്യങ്ങളും ചെയ്തോളൂ. അപ്പം ഇതിന്റെ ഓട്ടോമാറ്റിക് ആയിട്ടുള്ള വർക്കിനെ കുറിച്ച് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കി. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിന്റെ നേറ്റീവ് റെസൊല്യൂഷൻ വരുന്നത് 1080p ആണ്. പക്ഷേ ഇതിൽ 4K ഫയലുകളും സപ്പോർട്ട് ചെയ്യും. നമുക്ക് പെൻഡ്രൈവ് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് 4K ഫയലുകൾ ഓൺ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൽ സപ്പോർട്ടഡ് ആണ്. ഈ പ്രൊജക്ടിന്റെ ആൻസി ലൂമൻ വരുന്നത് 1400 ആണ്. 20,000 ആണ് ഇതിന്റെ ബ്രൈറ്റ്നസ് ലൂമൻ വരുന്നത്. ഇതിന്റെ കോൺട്രാസ്റ്റ് റേഷ്യോ വരുന്നത് 10,000:1 ആണ്. സാമാന്യം നല്ല പിക്ചർ ക്വാളിറ്റി പ്രൊജക്ടറിൽ കിട്ടും. ഈ പ്രൊജക്ടറിന്റെ സെറ്റിംഗ്സിൽ നിന്ന് തന്നെ നമുക്ക് ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും ഷാർപ്നെസ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് മാനുവലി നമുക്ക് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ നമ്മുടെ റൂമിന്റെ ലൈറ്റിംഗ് സിറ്റുവേഷൻ അനുസരിച്ചുകൊണ്ട് നമുക്ക് ഈ പ്രൊജക്ടറിന്റെ ഈ പറഞ്ഞ ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റും. ഇനി ഇതിന്റെ ഓഡിയോ സെക്ഷനിലേക്ക് വരുന്നുണ്ട്. ഇൻബിൽഡ് സ്പീക്കേഴ്സ് ഇതിൽ വരുന്നുണ്ട്. സാമാന്യം നല്ല സൗണ്ട് ക്വാളിറ്റി ഇൻബിൽഡ് സ്പീക്കറിൽ നിന്ന് വരുന്നുണ്ട്. ഭയങ്കര സെറ്റപ്പ് ആയിട്ടുള്ള ഒരു സൗണ്ട് ക്വാളിറ്റി എന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ 2-3 പേരൊക്കെ ഒരു റൂമിൽ ഇരുന്ന ഒരു വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് പ്രോപ്പർ ആയിട്ട് തന്നെ കിട്ടുന്ന രീതിയിലുള്ള ഒരു സൗണ്ട് ഔട്ട്പുട്ട് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇനി ഇതിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സൗണ്ട് ബാർ കണക്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കർ കണക്ട് ചെയ്തുകൊണ്ട് സൗണ്ട് ക്വാളിറ്റി കുറച്ചുകൂടി എൻഹാൻസ് ചെയ്തുകൊണ്ട് വീഡിയോകൾ കാണാൻ പറ്റും. മാത്രമല്ല ഇതിൽ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ആണ്. അങ്ങനെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടഡ് ആയിട്ടുള്ള ഒരു 5.1 ചാനൽ സൗണ്ട് ബാർ സിസ്റ്റം നിങ്ങൾ ഇതിൽ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എൻഹാൻസ്ഡ് ആയിട്ടുള്ള ഒരു കിടിലൻ ഡിജിറ്റൽ സൗണ്ട് ക്വാളിറ്റി നിങ്ങൾക്ക് ഇതിൽ നിന്ന് എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ തന്നെ HDMI ARCയും ഇതിൽ സപ്പോർട്ടഡ് ആണ്. അപ്പം ബ്ലൂടൂത്ത് സപ്പോർട്ടഡ് ആണ്. Wi-Fi 6 ആണ് ഇതിൽ വരുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു സ്ട്രീമിംഗ് എക്സ്പീരിയൻസ് നമുക്ക് അതിൽ
അതിലൂടെ ഈ പ്രൊജക്ടറിൽ ലഭിക്കുന്നതാണ്. ഈ പ്രൊജക്ടറിൽ മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം ഇതിനൊപ്പം വരുന്ന റിമോട്ട് ആണ്. ഇതിൽ നമുക്ക് വോയിസ് കൺട്രോളിന്റെ ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് പ്രൊജക്ടർ കൺട്രോൾ ചെയ്യാനുള്ള സൗകര്യം റിമോട്ടിൽ നിന്ന് തന്നെ കിട്ടും. സാധാരണ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ വരുന്ന ഒരു പ്രൊജക്ടറിൽ ഞാൻ വോയിസ് കൺട്രോളിംഗ് ഉള്ള റിമോട്ട് കണ്ടിട്ടില്ല. അപ്പൊ ഈ ഒരു പ്രൊജക്ടറിൽ അങ്ങനെ ഒരു കാര്യം കൂടെ ബ്രാൻഡ് നൽകിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഈ പ്രൊജക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള മറ്റൊരു കാര്യമാണ്, ഇത് നെറ്റ്ഫ്ലിക്സ് സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ടർ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ OTT ആപ്സും അവൈലബിൾ ആയിരിക്കും. നമുക്ക് ജസ്റ്റ് പ്രൊജക്ടർ കണക്ട് ചെയ്ത് ആപ്സ് ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുക, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഡയറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ സബ്സ്ക്രിപ്ഷനും കാര്യങ്ങളൊക്കെ എടുക്കണം. നമുക്ക് ഫ്രീ ആയിട്ട് അത് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ബട്ട് നമുക്ക് കുറച്ചുകൂടെ മറ്റ് പ്രൊജക്ടറുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഈസിയാണ്. ഇതിൽ Android 13 സിസ്റ്റം ആണ് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഇതിന്റെ റിമോട്ടിലും നമുക്ക് ഈ പറഞ്ഞ OTT ആപ്സ് ഒക്കെ ഉണ്ട്, നെറ്റ്ഫ്ലിക്സ്, ഡിസ്നി, പ്രൈം വീഡിയോ, ഇതിന്റെയൊക്കെ ഡെഡിക്കേറ്റഡ് ബട്ടൺസ് നൽകിയിട്ടുണ്ട്. അപ്പം നമുക്ക് സ്ക്രീനിൽ തപ്പി തടഞ്ഞു പോകേണ്ട കാര്യമില്ല. സിമ്പിൾ ക്ലിക്കിൽ നമുക്ക് ആമസോൺ, അതേപോലെ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, ഡിസ്നി ഇങ്ങനെയൊക്കെയുള്ള ആപ്പുകളിലേക്ക് സ്വിച്ച് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പൊ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് റിമോട്ടിൽ ഈ നൽകിയിരിക്കുന്നത്. ഇനി ഈ ഒരു പ്രൊജക്ടർ യൂസ് ചെയ്തതിന്റെ ഒരു എക്സ്പീരിയൻസ്, ഇതിന്റെ സെറ്റിംഗ്സ് ഒക്കെ എങ്ങനെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളത് പറയാം. ഈ ഒരു പ്രൊജക്ടർ വെയിൽ OS ആണ് നൽകിയിട്ടുള്ളത്. വെയിൽ OS സാധാരണ പ്രൊജക്ടറിന്റെ OS പോലെയല്ല, കുറച്ച് ഡിഫറെന്റ് ആണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ വെയിൽ OS കുറച്ച് ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഇതിന്റെ ഒരു സെറ്റിംഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ആപ്സിന്റെ ലിസ്റ്റ് എല്ലാം ഏറ്റവും താഴെയായിട്ടായിരിക്കും കാണാനായിട്ട് സാധിക്കുക. ബോട്ടം സൈഡിലായിട്ടാണ് ഈ ആപ്സിന്റെ ലിസ്റ്റ് കൊടുത്തിട്ടുള്ളത്. അവിടെ നിന്നാണ് നമ്മൾ ഈ ആപ്സ് ഒക്കെ ഓപ്പൺ ആക്കേണ്ടത്. അതേപോലെ തന്നെ അവിടെ തന്നെ ഒരു സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിൽ കോർണറിലായിട്ടാണ് സെറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ വരുന്നത്. അപ്പോൾ അവിടെ നിന്ന് സെറ്റിംഗ്സും നമുക്ക് ഈസി ആയിട്ട് തന്നെ ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ആദ്യമായിട്ട് ഈ വെയിൽ OS യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇതെന്താ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം അല്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ വരും. പക്ഷേ നമ്മൾ കുറച്ച് ദിവസം യൂസ് ചെയ്ത് കഴിയുമ്പോൾ അത് കുറച്ച് നമുക്ക് ഈസി ആയിട്ട് തന്നെ തോന്നുന്നതാണ്. ഇനി ഇതിന്റെ പിക്ചർ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ 4K ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിക്കില്ല. ഇതിന്റെ ഒരു പ്രൈസ് സെഗ്മെന്റിലൂടെ നോക്കി വേണം നിങ്ങൾ ഈ പ്രൊജക്ടറിനെ വിലയിരുത്താൻ. 20,000 രൂപയുടെ താഴെയാണ് ഈ ഒരു പ്രൊജക്ടർ വരുന്നത്. അപ്പൊ ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ ഞാൻ ഏറ്റവും നല്ല, ഈ പ്രൈസ് സെഗ്മെന്റിൽ ഏറ്റവും നല്ല പ്രൊജക്ടർ എന്ന് പറയുന്നില്ല, പക്ഷേ വലിയ കുഴപ്പമില്ലാത്തൊരു പിക്ചർ ക്വാളിറ്റിയാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. ഇതിന്റെ ബ്രൈറ്റ്നസും കോൺട്രാസ്റ്റും ഷാർപ്നെസ്സും ഒക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. എന്നാലും ഒരു പഞ്ചിയായിട്ടുള്ള ഒരു ക്വാളിറ്റി ഉണ്ടല്ലോ, പിക്ചർ ക്വാളിറ്റി, അത് എനിക്ക് എവിടേക്കോ ഈ ഒരു പ്രൊജക്ടറിൽ മിസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട്. എന്നാലും നല്ല ബ്രൈറ്റ്നസും നല്ല കോൺട്രാസ്റ്റും ഒക്കെ ഈ ഒരു പ്രൊജക്ടറിൽ വരുന്നുണ്ട്. കളേഴ്സ് ആണെങ്കിൽ പോലും നല്ല ഫീലിലുള്ള കളർ, നല്ല പഞ്ചിയായിട്ടുള്ള കളേഴ്സ് ഒക്കെ തന്നെയാണ് ഇതിൽ ലഭിക്കുന്നത്. നമ്മുടെ പ്ലേ ചെയ്യുന്ന ആ ഒരു ഫയലിന്റെ ക്വാളിറ്റി എങ്ങനെയാണ്, അതിപ്പം 720p ആണെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കും വലിയ സ്ക്രീനിൽ വരുമ്പോൾ നമുക്കിത് ഫീൽ ചെയ്യുക. ഇനി നമ്മൾ ഒരു ഫുൾ HD അല്ലെങ്കിൽ 4K ലെവലിലുള്ള ഫയലുകളാണ് പ്ലേ ചെയ്യുന്നതെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കിട്ടുക. ഞാൻ യൂട്യൂബിലൊന്നും 4K ഫയലുകൾ പ്ലേ ചെയ്യാൻ നോക്കിയിട്ട് പ്രോപ്പറായിട്ട് ഇതിൽ പ്ലേ ആകുന്നില്ലായിരുന്നു. പക്ഷേ ഫുൾ HD ഫയൽ വളരെ സ്മൂത്ത് ആയിട്ട് തന്നെ നമുക്കിതിൽ റൺ ചെയ്യിപ്പിക്കാൻ സാധിക്കും. കാരണം ഇതൊരു ഫുൾ HD പ്രൊജക്ടർ കൂടിയാണ്. അപ്പോൾ മൊത്തത്തിൽ ഇതിന്റെ ഒരു പിക്ചർ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള പിക്ചർ ക്വാളിറ്റിയാണ് ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. ഇനി സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് പറയുമ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു 5 വാട്ട്സിന്റെ സ്പീക്കേഴ്സ് ആണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു സ്പീക്കറിൽ നിന്ന് എത്രയും സൗണ്ട് ഔട്ട്പുട്ട് കിട്ടുമെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ, അതാണ് ഇതിൽ നിന്ന് കിട്ടുക. അതിലും കൂടുതലൊന്നും പ്രതീക്ഷിക്കേണ്ട. പക്ഷേ എക്സ്റ്റേണലി നമുക്ക് പല ഡിവൈസുകൾ ഇപ്പോൾ ബ്ലൂടൂത്ത് ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കർ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ HDMI കേബിൾ സൗണ്ട് ബാറുമായിട്ടൊക്കെ കണക്ട് ചെയ്ത് ഡോൾബി അറ്റ്മോസ് ഒക്കെ ഇതിൽ സപ്പോർട്ടഡ് ആണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള നല്ല സൗണ്ട് ക്വാളിറ്റി ഈ ഒരു പ്രൊജക്ടറിൽ നിന്ന് നമുക്ക് കിട്ടുന്നതാണ്. അടുത്തായിട്ട് പറയാനുള്ളത് ഈ പ്രൊജക്ടറിന്റെ ബിൽഡ് ക്വാളിറ്റിയും ഡിസൈനുമാണ്. ഈ ഡിസൈൻ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. നല്ല അടിപൊളി ഒരു പ്രീമിയം ഡിസൈൻ തന്നെയാണ് ഈ ഒരു പ്രൊജക്ടറിന്റെ ബ്രാൻഡ് നൽകിയിരിക്കുന്നത്. ഇതിന്റെ ബിൽഡ് ക്വാളിറ്റിയും കുഴപ്പമില്ല, സാമാന്യം നല്ല ബിൽഡ് ക്വാളിറ്റിയും ഈ ഒരു പ്രൊജക്ടറിന് ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു പ്രൈസ് സെഗ്മെന്റിൽ നിങ്ങൾ ഈ ഒരു പ്രൊജക്ടർ പർച്ചേസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ടർ വാങ്ങാനായിട്ട് സാധിക്കും. അപ്പോൾ എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുമെന്ന് വരുന്നു. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക, അവരെ സപ്പോർട്ട് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സ് വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്താൽ റിപ്ലൈ തരുന്നതാണ്. എല്ലാ കമന്റുകൾക്കും റിപ്ലൈ തരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമന്റ് ചെയ്യാം. ഒരു കമന്റുകളും മിസ് ചെയ്യത്തില്ല. എല്ലാ കമന്റുകൾക്കും പ്രോപ്പർ റിപ്ലൈ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ ഇതേപോലെയുള്ള കൂടുതൽ അൺബോക്സിംഗ് റിവ്യൂ വീഡിയോകൾ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തിയാണ്. ഇതിൽ നല്ലൊരു അൺബോക്സിംഗും റിവ്യൂ ഒക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.